ഡൈസ് ഇറേ ഇന്നലെ രാത്രിയിൽ പ്രീമിയർ ഷോ തന്നെ പോയി കണ്ടു. അത് അർദ്ധരാത്രി 12 മണിയുടെ ഷോ. അർദ്ധരാത്രി 12 മണിക്ക് ഭാര്യയും കൊണ്ട് പോയി കാണാൻ പറ്റുന്ന പടമെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. വീട്ടിൽ കിടന്നാൽ ഉറങ്ങിയാൽ അത്രയും നന്നായിരുന്നു എന്ന് വൈഫ് പറഞ്ഞു. പടം കൊള്ളൂലണ്ടല്ലോ കേട്ടോ, അത്ര പേടിപ്പിക്കുക. അതായത് ആ സിനിമയിൽ നമ്മളെ പേടിപ്പിക്കുന്നത് സൈലൻസാണ്. സൈലൻസ് പേടിപ്പിക്കുന്ന മൂവീസ് നമ്മൾ ഇച്ചിരി പേടിക്കാൻ. ഉദാഹരണം ഭൂതകാലം. ഇതേ സെയിം ഡയറക്ടർ പടമാണ് ഭൂതകാലം. അപ്പോൾ വൈഫിനോട് ചോദിച്ചപ്പോൾ വൈഫ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ആ ടൈപ്പ് ഒരു പടമാണ് നമ്മുടെ ഇസെ പേരെന്താടേ ഇത്. എന്തായാലും പെർഫോമൻസിൻ്റെ കാര്യം തന്നെ ആദ്യം പറയാം. അവിടെയാണ് പറഞ്ഞു തുടങ്ങേണ്ടത്. അതിൽ മെയിനായിട്ടുള്ള 3-4 ആളുകളാണ്. അതിൽ ഒരാൾ പ്രണവാണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. പിന്നെ ന്യൂ കമേഴ്സ് ഒരുപാട് പുതിയ താരങ്ങളുണ്ട്. അവരുടെ പെർഫോമൻസും ഒരു രക്ഷയില്ല, എടുത്തു പറയാം. അതിനകത്ത് അഭിനയിച്ചവരെല്ലാവരും ഒന്നിനൊന്ന് മെച്ചാണ്. BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ എടുത്തു പറയേണ്ടത് ആ കഥാരീതി. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്ന ഒരു കഥ, ഇപ്പോൾ ഒരു ഹൊറർ സംഭവം നടക്കുന്ന രീതിയിൽ പറഞ്ഞു പോകുന്നൊരു കഥയാണ്. എന്തായാലും എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു പടം. ഞാനൊരു വേറെ രീതിയിൽ മറ്റേ AI പോസ്റ്റേഴ്സൊക്കെ ഒരുപാട് ഇറങ്ങിയില്ല. പ്രണവിൻ്റെ പ്രേതത്തിൻ്റെ പോലെ ഇരിക്കുന്നു, അങ്ങനെയൊക്കെ ഇരിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നില്ല. ഞാൻ ആ രീതിയിലുള്ള പടമൊക്കെയാണ് ഓർത്ത് പോയത്. പക്ഷേ ഇത് ടിപ്പിക്കൽ ഒരു മലയാളം ടൈപ്പ് ഹൊറർ മൂവിയല്ല. നമ്മളെ ഈ കോഞ്ചറിങ് ഒക്കെ കാണത്തില്ലേ, മറ്റേ ഇംഗ്ലീഷ് മൂവീസ്, ആ ടൈപ്പ് ഭയങ്കര സ്ലോ പേസ് ആയിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഹൊറർ മൂവിയാണ്. പ്രണവ് ആക്ട് ചെയ്ത് ഞെട്ടിച്ചു വളരെ കാലങ്ങൾക്ക് ശേഷം എന്ന് തന്നെ പറയാം. അതായത് അവൻ്റെ സൗണ്ട് മോഡുലേഷനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഉറപ്പായിട്ടും മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് എല്ലാവരും പോയി കണ്ടോളൂ. രാഹുൽ സദാശിവൻ, ഹാറ്റ്സ് ഓഫ് മാൻ.